JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ നമുക്ക് ജനറൽ നോളജിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആണ്. അതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ടാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനു മുമ്പ് ഒരു ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മോഡൽ എക്സാമിന്റെ കാര്യം എല്ലാവരും ഓർക്കണം. സെപ്റ്റംബർ 5-ാം തീയതിയാണ് നമ്മുടെ മോഡൽ എക്സാം. ഇതൊരു മോഡൽ എക്സാം LD ടൈപ്പിസ്റ്റിന്റെ മോഡൽ എക്സാം LD ടൈപ്പിസ്റ്റിന്റെ എക്സാം പോലെ തന്നെ കരുതി അത്രയധികം സീരിയസോട് കൂടി തന്നെ ഈ മോഡൽ എക്സാമിനെ നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരും പഠിക്കുന്നില്ല എന്നോർക്കും. പക്ഷേ പല സ്റ്റുഡൻസും എൻ്റെ സ്റ്റുഡൻസും സാറേ എങ്ങനെയാണ് ക്വസ്റ്റ്യനുകൾ വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് തിരക്കി നല്ല രീതിയിൽ എൻ്റെ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ കണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് അവരൊക്കെ കാണുന്നതിനേക്കാളും നല്ല രീതിയിൽ തന്നെ ഓരോരുത്തരും അവർ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ മെച്ചത്തോടു കൂടി തന്നെ മറ്റുള്ളവർ പഠിച്ച്, അതായത് എല്ലാവരും ഒരു മത്സരമായിട്ട് തന്നെ ഇത് കണ്ട് ആ മത്സരത്തിലെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ വേണ്ടി പരസ്പരം മത്സരിച്ച് ഏറ്റവും ടോപ്പ് മാർക്കിൽ എത്തിച്ചേരാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഇതിലെ 100-ൽ 100 മാർക്ക് മേടിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഴയ ക്ലാസ്സുകളെല്ലാം തന്നെ എടുത്ത് വിശദമായിട്ട് തന്നെ കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയാം. ഒന്ന് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പല ആവർത്തി കണ്ട് അത് മനഃപ്പാഠമാക്കി വെക്കണം. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും എല്ലാം മോഡൽ എക്സാമിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധയോടുകൂടി പഠിച്ച് മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ഓരോ നിമിഷവും പ്രത്യേകം വിനിയോഗിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ബൗണ്ട്സ് ഇന്ത്യ ഓൺ ഇറ്റ്സ് നോർത്തേൺ ഫ്രണ്ടിയേഴ്സ്? വാട്ട് ബൗണ്ട്സ് ഇന്ത്യ ഓൺ ഇറ്റ്സ് നോർത്തേൺ ഫ്രണ്ടിയേഴ്സ്? ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിൽ എന്തെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ലഡാക്ക്, ഓപ്ഷൻ ബി ഗ്രേറ്റ് ഹിമാലയാസ്, ഓപ്ഷൻ സി കാരക്കോറം, ഓപ്ഷൻ ഡി പാൻഗോങ്. വാട്ട് ബൗണ്ട്സ് ഇന്ത്യ ഓൺ ഇറ്റ്സ് നോർത്തേൺ ഫ്രണ്ടിയേഴ്സ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഗ്രേറ്റ് ഹിമാലയാസ്. അടുത്ത ക്വസ്റ്റ്യൻ. The Indo-Gangetic plains are formed by the basins of 3 distinct river systems. Which are they? The Indo-Gangetic plains are formed by the basins of 3 distinct river systems. Which are they? എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? എന്താണ്? 3 വ്യത്യസ്ത നദീതടങ്ങളുടെ തടങ്ങളാൽ രൂപപ്പെട്ടതാണ് ഇന്തോ ഗംഗ സമതലങ്ങൾ. അവ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ദ ഇൻഡസ്, ദ ഗംഗാസ് ആൻഡ് ദ ബ്രഹ്മപുത്ര. ഓപ്ഷൻ ബി ദ ഇൻഡസ്, ദ ഗംഗാസ് ആൻഡ് ദ യമുന. ഓപ്ഷൻ സി ദ ഇൻഡസ്, ദ ഗംഗാസ് ആൻഡ് ദ നർമ്മദ. ഓപ്ഷൻ ഡി ദ ഇൻഡസ്, ദ ഗംഗാസ് ആൻഡ് ദ കൃഷ്ണ. The Indo-Gangetic plains are formed by the basins of 3 distinct river systems. Which are they? Option A ആണ് ആൻസർ, the Indus, the Ganges and the Brahmaputra. അതായത് ഏകദേശം 2400 കിലോമീറ്റർ നീളവും 240 മുതൽ 320 കിലോമീറ്റർ വരെ വീതിയുമുള്ള ഇന്തോ ഗംഗ സമതലങ്ങള് 3 വ്യത്യസ്ത നദീതടങ്ങളാൽ രൂപപ്പെട്ടതാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഭൂമിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് അവ. ഇത്രയും കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. What forms the southern point of the peninsular plateau? What forms the southern point of the peninsular plateau? അതായത് പെനിൻസുലാർ പീഠഭൂമിയുടെ
തെക്കൻ പോയിന്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നീലഗിരി ഹിൽസ്, ഓപ്ഷൻ ബി കാർഡമം ഹിൽസ്, ഓപ്ഷൻ സി ആരവല്ലി ഹിൽസ്, ഓപ്ഷൻ ഡി കാഞ്ചൻജംഗ. വാട്ട് ഫോംസ് ദ സൗത്തേൺ പോയിന്റ് ഓഫ് ദ പെനിൻസുലാർ പ്ലേറ്റോ? ഓപ്ഷൻ എ ആണ് ആൻസർ, നീലഗിരി ഹിൽസ്. അതായത് നീലഗിരി കുന്നുകള് കിഴക്കൻ പശ്ചിമ ഘട്ടങ്ങൾ കൂടിച്ചേരുന്ന പീഠഭൂമിയുടെ തെക്ക് ഭാഗമാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following is regarded as a continuation of the Western Ghats? Which among the following is regarded as a continuation of the Western Ghats? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് പശ്ചിമഘട്ടത്തിന്റെ തുടർച്ചയായി കണക്കാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നീലഗിരി ഹിൽസ്, ഓപ്ഷൻ ബി കാർഡമം ഹിൽസ്, ഓപ്ഷൻ സി ആരവല്ലി ഹിൽസ്, ഓപ്ഷൻ ഡി കാഞ്ചൻജംഗ. Which among the following is regarded as a continuation of the Western Ghats? ഓപ്ഷൻ ബി ആൻസർ, കാർഡമം ഹിൽസ്. അതായത് ഈ പെനിൻസുലാർ പീഠഭൂമിയുടെ തെക്കൻ ഭാഗത്തിനപ്പുറം സ്ഥിതി ചെയ്യുന്ന ഏലം കുന്നുകള് പശ്ചിമഘട്ടത്തിന്റെ തുടർച്ചയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതാണ് അതിനെക്കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ. Which is the largest river basin in India? Which is the largest river basin in India? അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി ഗോദാവരി, ഓപ്ഷൻ സി ഇൻഡസ്, ഓപ്ഷൻ ഡി കൃഷ്ണ. Which is the largest river basin in India? ഓപ്ഷൻ എ ആണ് ആൻസർ, ഗംഗ. അടുത്ത ക്വസ്റ്റ്യൻ. Where does Bhagirathi rise from? Where does Bhagirathi rise from? അതായത് ഭാഗീരഥി എവിടെ നിന്നാണ് ഉയരുന്നത്? ഓപ്ഷൻ എ ഗംഗോത്രി ഗ്ലേസിയർ, ഓപ്ഷൻ ബി നന്ദദേവി ഗ്ലേസിയർ, ഓപ്ഷൻ സി ലാറ്ററൽ ഗ്ലേസിയർ, ഓപ്ഷൻ ഡി ബാന്ദാർപഞ്ച് ഗ്ലേസിയർ. ഏതാണ് വേർ ഡസ് ഭാഗീരഥി റൈസ് ഫ്രം? ഓപ്ഷൻ എ ആണ് ആൻസർ, ഗംഗോത്രി ഗ്ലേസിയർ. അടുത്ത ക്വസ്റ്റ്യൻ. Which is the westernmost river of the Ganga system? Which is the westernmost river of the Ganga system? അതായത് ഗംഗാ സംവിധാനത്തിന്റെ ഏറ്റവും പടിഞ്ഞാറ് നദി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ യമുന, ഓപ്ഷൻ ബി കോസി, ഓപ്ഷൻ സി ഘാഗ്ര, ഓപ്ഷൻ ഡി ഗാൻഡാക്ക്. ഏതാണ് വിച്ച് ഈസ് ദ വെസ്റ്റേൺ മോസ്റ്റ് റിവർ ഓഫ് ദ ഗംഗാ സിസ്റ്റം? ഓപ്ഷൻ എ ആണ് ആൻസർ, യമുന. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ബേസിൻ ഇൻ ഇന്ത്യ? വിച്ച് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ബേസിൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദീതടമാണ് ഏത്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി ഗോദാവരി, ഓപ്ഷൻ സി ഇൻഡസ്, ഓപ്ഷൻ ഡി കൃഷ്ണ. ഏതാണ് വിച്ച് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ബേസിൻ ഇൻ ഇന്ത്യ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഗോദാവരി. അടുത്ത ക്വസ്റ്റ്യൻ. Who unveiled the foreign trade policy 2009-2014? Who unveiled എന്ന് പറഞ്ഞാൽ എന്താണ്? അവതരിപ്പിച്ചത്. അതായത് ഈ വിദേശ വ്യാപാര നയം ആരാണ് അവതരിപ്പിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ദയാനിധി മാരാൻ,
ഓപ്ഷൻ ബി കപിൽ സിബൽ, ഓപ്ഷൻ സി ആനന്ദ് ശർമ്മ, ഓപ്ഷൻ ഡി CP ജോഷി. ഹു അൺവീൽഡ് ദ ഫോറിൻ ട്രേഡ് പോളിസി? ആരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ആനന്ദ് ശർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ. Which is the largest zoo in India? Which is the largest zoo in India? ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാല ഏത്? ഓപ്ഷൻ എ നാഷണൽ സുവോളജിക്കൽ പാർക്ക് ഡൽഹി, ഓപ്ഷൻ ബി മൈസൂർ സൂ, ഓപ്ഷൻ സി അരിഗ്നർ അന്ന സുവോളജിക്കൽ പാർക്ക്, ഓപ്ഷൻ ഡി അലിപ്പൂർ സുവോളജിക്കൽ ഗാർഡൻസ്. ഏതാണ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സൂ ഇൻ ഇന്ത്യ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, അലിപ്പൂർ സുവോളജിക്കൽ ഗാർഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഹൈയസ്റ്റ് വാട്ടർഫോൾ ഇൻ ഇന്ത്യ? വിച്ച് ഈസ് ദ ഹൈയസ്റ്റ് വാട്ടർഫോൾ ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്? ഓപ്ഷൻ എ ദുസാഗർ ഫാൾസ്, ഓപ്ഷൻ ബി ജോഗ് ഫാൾസ്, ഓപ്ഷൻ സി പാലരുവി ഫാൾസ്, ഓപ്ഷൻ ഡി മീൻമുട്ടി ഫാൾസ്. ഏതാണ് വിച്ച് ഈസ് ദ ഹൈയസ്റ്റ് വാട്ടർഫോൾ ഇൻ ഇന്ത്യ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ജോഗ് ഫാൾസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which is the most literate union territory in India? Which is the most literate union territory in India? അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള യൂണിയൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ചണ്ഡീഗഡ്, ഓപ്ഷൻ സി പോണ്ടിച്ചേരി, ഓപ്ഷൻ ഡി ലക്ഷദ്വീപ്. ഏതാണ് വിച്ച് ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ലക്ഷദ്വീപ്. അടുത്ത ക്വസ്റ്റ്യൻ. Which is the first atomic station in India? Which is the first atomic station in India? ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് സ്റ്റേഷൻ ഏതാണ്? ഓപ്ഷൻ എ താരാപൂർ പവർ സ്റ്റേഷൻ, ഓപ്ഷൻ ബി രാജസ്ഥാൻ പവർ സ്റ്റേഷൻ, ഓപ്ഷൻ സി മദ്രാസ് പവർ സ്റ്റേഷൻ, ഓപ്ഷൻ ഡി നരോര പവർ സ്റ്റേഷൻ. ഏതാണ് വിച്ച് ഈസ് ദ ഫസ്റ്റ് ആറ്റോമിക് സ്റ്റേഷൻ ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ ആണ് ആൻസർ, താരാപൂർ പവർ സ്റ്റേഷൻ. അതായത് മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ ബോയ്സറിനടുത്താണ് താരാപൂർ ആറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. Which is the largest auditorium in India? Which is the largest auditorium in India? Option A Saint Andrew Auditorium, option B Tejpal Auditorium, option C Sri Shanmugananda Hall, option D Sudrashan Rangamanch. Which is the largest auditorium in India? Option C ആണ് ആൻസർ, ശ്രീ ഷൺമുഖാനന്ദ ഹാള്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം ആണ് ഏതാണ്? ഷൺമുഖാനന്ദ ഹാള്. ഈ ഷൺമുഖാനന്ദ ഹാളിന്റെ പിന്നില് ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് മുംബൈയിലെ ശ്രീ ഷൺമുഖാനന്ദ ഹാള് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമാണ്. അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, 1951 അന്തരിച്ച പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മെട്രോ തിയേറ്ററിൽ ഒരു സമ്മേളനത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തില് മുംബൈയിൽ ഒരു വലിയ ഹാളിന്റെ അഭാവം ഉണ്ടെന്നും അതില് വളരെയധികം അദ്ദേഹം അങ്ങനെയോ ഹാൾ ഇല്ലാത്തതിന്റെ അദ്ദേഹം വളരെയധികം വിലപിക്കുകയും ചെയ്യുകയും അങ്ങനെ പണ്ഡിറ്റ് ജിയുടെ ആഹ്വാനത്തിന് മറുപടിയായിട്ട് നിരവധി പ്രമുഖ സംഗീത പ്രേമികൾ ഒത്തുചേർന്ന് അവരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് 1952 സെപ്റ്റംബറില് പോഡാർ കോളേജ് ഹാളില് ഷൺമുഖാനന്ദ ഫൈൻ ആർട്സ് ആൻഡ് സംഗീത സഭയുടെ ജനനത്തില് അത് കലാശിച്ചു. അതാണ് ഇതിന്റെ പിന്നില് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു ഭാഗമാണ്. അത് ആ കാര്യം ഓർക്കുമ്പോൾ നമ്മൾ ഈ ഷൺമുഖാനന്ദ ഹാളിനെ കുറിച്ച് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
Which is the highest award in India? Which is the highest award in India? Option A, Bharat Ratna. Option B, Padma Bhushan. Option C, Padma Bhushan. Option D, Padma Shri. ഏതാണ്? Which is the highest award in India? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണ്? ഭാരത് രത്നയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which is the highest award for gallantry in India? Which is the highest award for gallantry in India? അതായത് ഇന്ത്യയിലെ ധീരതയ്ക്കുള്ള ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണ്? ഓപ്ഷൻ എ, പരംവീർ ചക്ര. ഓപ്ഷൻ ബി, വീർ ചക്ര. ഓപ്ഷൻ സി, മഹാവീർ ചക്ര. ഓപ്ഷൻ ഡി, ശൗര്യ ചക്ര. ഏതാണ്? വിച്ച് ഈസ് ദ ഹയസ്റ്റ് അവാർഡ് ഫോർ ഗാലൻട്രി ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ ആണ് ആൻസർ, പരംവീർ ചക്ര. അടുത്ത ക്വസ്റ്റ്യൻ. Who achieved the highest balloon flight in India? Who achieved the highest balloon flight in India? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബലൂൺ വിമാനം ആര് നേടി? ഓപ്ഷൻ എ, വിജയപത് സിംഘാനിയ. ഓപ്ഷൻ ബി, ഗൗതം സിംഘാനിയ. ഓപ്ഷൻ സി, ഹരിശങ്കർ സിംഘാനിയ. ഓപ്ഷൻ ഡി, ഇന്ദു ഷഹാനി. ഏതാണ്? ഹു അച്ചീവ്ഡ് ദ ഹയസ്റ്റ് ബലൂൺ ഫ്ലൈറ്റ് ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ ആണ് ആൻസർ, വിജയപത് സിംഘാനിയ. അതായത് 2005 നവംബർ 26 ഡോക്ടർ വിജയപത് സിംഘാനിയ മുംബൈയിലെ കാമറൂൺ Z1600 ഹോട്ട് എയർ ബലൂണിൽ അതായത് 21,027 മീറ്റർ, അതായത് 68,986 അടി ഉയരത്തില് റെക്കോർഡ് നേടി. ഒരിക്കൽ കൂടി പറയാം. 2005 നവംബർ 26 ഡോക്ടർ വിജയപത് സിംഘാനിയ മുംബൈയിലെ കാമറൂണില് Z1600 ഹോട്ട് എയർ ബലൂണില് 21,027 മീറ്റർ, അതായത് 68,986 അടി ഉയരത്തില് റെക്കോർഡ് നേടി. അടുത്ത ക്വസ്റ്റ്യൻ. Which is the first bank in India? Which is the first bank in India? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ, ദ ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഓപ്ഷൻ സി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി, ബാങ്ക് ഓഫ് ബോംബെ. വിച്ച് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്, അതായത് 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. 1770 സ്ഥാപിതമായത്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. Which is the first indigenous bank in India? Which is the first indigenous bank in India? ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ബാങ്ക് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓപ്ഷൻ ബി, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ സി, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏതാണ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇൻഡിജീനിയസ് ബാങ്ക് ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ ആണ് ആൻസർ, പഞ്ചാബ് നാഷണൽ ബാങ്ക്. 1894 സ്ഥാപിതമായ ന്യൂഡൽഹി ആസ്ഥാനമായുള്ള ഒരു ഇന്ത്യൻ സാമ്പത്തിക സേവന കമ്പനിയാണ് ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. Which is the largest public sector bank in India? Which is the largest public sector bank in India? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ, ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി, കാനറ ബാങ്ക്. ഓപ്ഷൻ സി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഏതാണ്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ? ഓപ്ഷൻ സി ആണ് ആൻസർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. Which is the bank with most foreign branches in India?
Which is the bank with most foreign branches in India? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദേശ ശാഖകളുള്ള ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി കാനറ ബാങ്ക്, ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ. Which is the first foreign bank in India? Which is the first foreign bank in India? ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ സൊണാലി ബാങ്ക്, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറിഷ്യസ്, ഓപ്ഷൻ ഡി HSBC. ഏതാണ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് ഫോറിൻ ബാങ്ക് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. അതായത് 1858 ശേഷം ഇന്ത്യയിലെ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിദേശ ബാങ്കാണ് ഈ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് എന്ന് പറയുന്നത്. 42 നഗരങ്ങളിൽ 99 ശാഖകളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ബാങ്കാണ് ഈ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Which is the largest barrage in India? Which is the largest barrage in India? അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാരേജ് ഏതാണ്? ഓപ്ഷൻ എ ഫറാക്ക, ഓപ്ഷൻ ബി പ്രകാശം, ഓപ്ഷൻ സി ജോബ്ര, ഓപ്ഷൻ ഡി തൽവാര. ഏതാണ്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ബാരേജ് ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ ആണ് ആൻസർ, ഫറാക്ക. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത് ഗംഗാ നദിക്ക് കുറുകെയാണ് ഫറാക്ക ബാരേജ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫറാക്ക ബാരേജിന് 2245 മീറ്റർ, അതായത് 7363.6 അടി നീളം ഉണ്ട്. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. Which is the longest beach in India? Which is the longest beach in India? ഓപ്ഷൻ എ കന്യാകുമാരി ബീച്ച്, ഓപ്ഷൻ ബി മറീന ബീച്ച്, ഓപ്ഷൻ സി കോവളം ബീച്ച്, ഓപ്ഷൻ ഡി സിൽവർ ബീച്ച്. അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, മറീന ബീച്ച്. അതായത് ഈ കാമരാജർ സലേ റോഡിൽ സ്ഥിതി ചെയ്യുന്ന മറീന ബീച്ച് തമിഴ്നാടിന്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ സെന്റ് ജോർജ് കോട്ട മുതൽ മഹാബലിപുരം വരെ 13 കിലോമീറ്റർ നീളമുള്ള ലോകത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ ബീച്ചാണ് ഈ മറീന ബീച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബംഗ്ലാദേശിലെ കോഗസ് ബസാർ ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത കടൽ തീരം. അടുത്ത ക്വസ്റ്റ്യൻ. Which is the oldest botanical garden of India? Which is the oldest botanical garden of India? അതായത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ ഏതാണ്? ഓപ്ഷൻ എ ഫർഹാദ് പാക്ഷ് ബൊട്ടാണിക്കൽ ഗാർഡൻ, ഓപ്ഷൻ ബി ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ, ഓപ്ഷൻ സി മണിപ്പൂർ സുവോളജിക്കൽ ഗാർഡൻസ്, ഓപ്ഷൻ ഡി ലോയിഡ് ബോട്ടാണിക്കൽ ഗാർഡൻ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, ഫർഹാദ് ബാഷ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അതായത് സഹാറാപ്പൂർ ബോട്ടാണിക്കൽ ഗാർഡൻ കമ്പനി ഗാർഡൻ എന്നും അറിയപ്പെടുന്നുണ്ട്, കമ്പനി ഗാർഡൻ എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ നിലവിലുള്ള ഏറ്റവും പഴക്കം ചെയ്യുന്ന പൂന്തോട്ടമാണ്. അതുപോലെ തന്നെ ഒരു പ്രാദേശിക മേധാവി ഒരു വിനോദ പാർക്കിനായിട്ട് ആണ് ഇത് സ്ഥാപിച്ചത്. അപ്പോൾ അത് ഫർഹദ് ബഷ് എന്ന് അറിയപ്പെട്ടു. 1817 അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലേക്ക് ആവുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.